ഗ്രീൻ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റീനയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ ഔഷധ സസ്യങ്ങളെ കുറിച്ചിട്ടാണല്ലോ നമ്മൾ സംസാരിച്ച് വരുന്നത്. ഇന്നത്തെ വീഡിയോയും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന്. അത് തന്നെയാണ്, നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം തന്നെയാണ്. നമുക്ക് അടിപൊളിയായിട്ട് മുടിക്ക് നല്ല തിക്നെസ്സും നല്ല ലെങ്ത്തൊക്കെ വെക്കാനായിട്ട് പറ്റിയ ഒരു അടിപൊളി ഷാമ്പൂ ആണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പോകുന്നത്. അതും ഈ ഒരു സ്പെഷ്യൽ ഇല വെച്ചിട്ട്. അത് ഏത് ഇലയാണെന്നും എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെയാണ് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കണ്ട് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ മുടി കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള പലതരത്തിലുള്ള പല കമ്പനിയുടെ ഷാമ്പൂ ഒക്കെ പരീക്ഷിക്കാറുണ്ടല്ലേ. പക്ഷേ കെമിക്കൽസ് കൂടുതലായിട്ടുള്ള അത്തരം ഷാമ്പുകൾ നമുക്ക് പലപ്പോഴും ദോഷകരമായിട്ടും ബാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെയാണ് ഈ ഷാമ്പു നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇപ്പോൾ നിങ്ങളിപ്പം വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഈ ഇലയാണ് ഇടനയില നമ്മൾ പറയും, ചില സ്ഥലത്ത് വഴനയില എന്ന് പറയും. ഈ ഇല കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് കുമ്പിളപ്പവും തെരളിയപ്പവും ഒക്കെ ആയിരിക്കും അല്ലേ. കൂടാതെ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും നമുക്ക് നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടും ഈ ഇല നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കാഴ്ചയിൽ കറുവയുടെ ഇലയും ഈ വയനയുടെ ഇലയും ഏകദേശം ഒരേപോലെ ഇരിക്കും കേട്ടോ. പക്ഷേ രണ്ടും വെവ്വേറെ മരങ്ങളാണ്. കറുവയുടെ ഇല ചെറിയ ടൈപ്പായിരിക്കും, വയനയുടെ ആണെങ്കിൽ കുറച്ച് വലുപ്പമുള്ളതായിരിക്കും കേട്ടോ. ഒരു വൃക്ഷ സുഗന്ധിയാണ് ഈ വഴന എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാചകത്തിന് മാത്രമല്ല അത്തർ നിർമ്മാണത്തിനൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ ഇലകളിലാണെങ്കിൽ ജീവകങ്ങൾ, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, കോപ്പർ, ഇരുമ്പ്, മാഗ്നീഷ്യം, മാംഗനീസ്, ഫോസ്ഫറസ്, സെലീനിയം, സിങ്ക് ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വളരെ പോഷക സമ്പുഷ്ടമായിട്ടുള്ള എല്ലാ മൂലകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഇലയാണ് ഈ ഇടനീല എന്ന് പറയുന്നത്. ആയുർവേദ വിധിപ്രകാരം ഉണ്ടല്ലോ, ചുമ, അലർജി, തലവേദന, ആസ്മ, ദഹനക്കേട്, വൃക്ക തകരാറുകൾ, ഹൃദ്രോഗം, തുമ്മൽ, നാഡീവേദന, ദന്ത സംരക്ഷണം ഇതിനൊക്കെ വഴനയില പ്രതിരോധവും പരിഹാരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഈ ഇലകൾക്ക് ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളുണ്ടെന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും സമൃദ്ധമായ ഉറവിടമാണ് ഈ ഇലകൾ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇലകൾ കഴിക്കുന്നതോ അല്ലെങ്കിൽ ഇതിൻ്റെ ഉണക്ക ഇലകൾ കത്തിച്ചിട്ട് അതിൻ്റെ പുക ശ്വസിക്കുന്നതൊക്കെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നല്ലതാണെന്നും പറയപ്പെടുന്നുണ്ട്. മ്യൂക്കസ്, കഫ എന്നിവയിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയിട്ടേ ഈ ഇലകൾ നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ആ വെള്ളം കൊണ്ട് ആവി പിടിച്ചാൽ ഈ കഫക്കെട്ടും എല്ലാം നന്നായിട്ട് മാറിക്കിട്ടുമെന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ മാത്രമല്ല കേട്ടോ, നമുക്ക് സ്ത്രീകൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളിലും ഈ ഇടനയില എന്ന് പറയുന്നത് വളരെ കെങ്കേമനാണ് കേട്ടോ. താരൻ നീക്കാനുള്ളൊരു പ്രകൃതിദത്ത പരിഹാരമാണ് ഇതിൻ്റെ ഇലകൾ കേട്ടോ. അപ്പോൾ ഈ ഇടനയില കൊണ്ട് ഷാമ്പു ഉണ്ടാക്കിയിട്ട് മുടി കഴുകിയിട്ടുണ്ടെങ്കിൽ നല്ല തിക്കായിട്ട് മുടി വളരാനും താരനെല്ലാം പോയി നല്ല ലെങ്ത്ത് വെക്കാനും ഒക്കെ സഹായിക്കട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് ആ ഷാമ്പു ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഷാമ്പു ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 7-8 ഇലകൾ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അരിഞ്ഞ് ഒരു മിക്സിയിലിട്ട് നമുക്ക് ക്രഷ് ചെയ്തെടുക്കുകയാണ് ആദ്യം വേണ്ടത്. ഇനി ഒരു പാത്രത്തിൽ 1/2 ലിറ്റർ വെള്ളം അടുപ്പിൽ തിളയ്ക്കാൻ വേണ്ടി വെക്കുക. അതിലേക്ക് ഇപ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഇല ഉണ്ടല്ലോ, അത് നന്നായിട്ട് അങ്ങോട്ട് കഴുകി അതിലേക്ക് ഒഴിച്ച് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴുണ്ടല്ലോ, ഇനി നമുക്ക് അതിലേക്ക് ഇടേണ്ടത്, നമുക്ക് ഇനിയിപ്പം ഇത് തലയിൽ ഉപയോഗിക്കുമ്പോൾ നീർക്കെട്ടോ അല്ലെങ്കിൽ പെടലുവേദനയോ അല്ലെങ്കിൽ ജലദോഷമോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് പനിക്കൂർക്കില്ല 2-3 ഇട്ട് കൊടുക്കുക. വീട്ടിൽ കുട്ടികളുള്ള എല്ലാവരുടെയും വീട്ടിലും പനിക്കൂർക്കയിൽ എന്തായാലും ഉണ്ടാവാതിരിക്കില്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ നന്നായിട്ട് ഇത് തിളക്കട്ടെ. ഇത് തിളച്ച് കഴിയുമ്പോൾ കാണുന്നത് എങ്ങനെയാണെന്നറിയാമോ, ഒരു വഴുവഴുപ്പുള്ള, അതായത് ഇപ്പോൾ നമ്മൾ ചെമ്പരത്തി താളിയൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ ആ ഒരു ടെക്സ്ചറിലാണ് നമുക്കിത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ആ പച്ചവെള്ളം ആ ഒരു ടെക്സ്ചറിലേക്ക് മാറിക്കിട്ടും. അപ്പോൾ ഈ രീതിയിലൊരു 10 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുക. അതിനുശേഷം തീ ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി വയ്ക്കുക. നമ്മൾ പലപ്പോഴും മുടി കഴുകാനായിട്ട് ഷാമ്പൂവും സോപ്പൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ സ്ഥിരമായിട്ട് അത് ഉപയോഗിക്കുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ആഴ്ചയിൽ ഒരിക്കലോ 2 ആഴ്ച കൂടുമ്പോഴും ഇതേപോലെ വീട്ടിൽ തന്നെ ഓർഗാനിക്കായിട്ട് തയ്യാറാക്കുന്ന ഷാമ്പു ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ മുടി നല്ല കരുത്തോടുകൂടി വളരാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ നമ്മളുണ്ടാക്കിയ ഷാമ്പു ചെറുതായിട്ടൊന്ന് ആറി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ചെറു ചൂടോടുകൂടി തന്നെ ഇതൊന്ന് അരിച്ചെടുക്കാം. ചിലപ്പോൾ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ അരിച്ചെടുക്കാൻ ഇച്ചിരി പ്രയാസമാവും. അപ്പോൾ ഇത് നമ്മുടെ ഓർഗാനിക് ഷാമ്പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ആറിക്കോട്ടെ, എന്നിട്ട് മാത്രം തലയിൽ യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഷാമ്പു നമുക്ക് പഴയ ഷാമ്പൂൻ്റെ ഒഴിഞ്ഞ ബോട്ടിലൊക്കെ ഉണ്ടല്ലോ, അതിലെടുത്ത് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. പിന്നീട് ഇപ്പം കുറച്ചധികം ദിവസത്തേക്ക് സൂക്ഷിച്ച് വയ്ക്കണമെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മൾ ഇലയുടെയും ആ വെള്ളത്തിൻ്റെയും തിളപ്പിക്കാനെടുത്ത വെള്ളത്തിൻ്റെയും അളവ് കൂട്ടുവാണെങ്കിൽ കുറച്ച് അധികം ദിവസത്തേക്ക് നമുക്ക് ഈ താളി അല്ലെങ്കിൽ ഈ ഷാമ്പു ഉണ്ടാക്കി വയ്ക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അന്നന്ന് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക. പിന്നെ എപ്പോഴാണോ നമ്മൾ ഈ താളി ഉപയോഗിക്കാൻ പ്ലാൻ ചെയ്യുന്നത് അതിന് 1 മണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് തണുപ്പ് നന്നായി മാറിയതിന് ശേഷം യൂസ് ചെയ്യുക.
അപ്പോൾ സ്ഥിരമായിട്ട് ഷാമ്പു ഉപയോഗിച്ച് ശീലിച്ചവർക്ക് പെട്ടെന്ന് ഒരു ദിവസം ഈ താളിയൊക്കെ ഉപയോഗിക്കാൻ ചിലപ്പം ഒരു താല്പര്യമില്ലായ്മ തോന്നും. അപ്പോൾ നിങ്ങൾ ഷാമ്പു ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കുക. ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഇതേപോലുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഷാമ്പും കൂടി ഉപയോഗിക്കുക. അത് നിങ്ങളുടെ മുടിയെ കൂടുതൽ ആരോഗ്യത്തോടുകൂടിയും ശക്തിയായിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കുകയുള്ളൂ. മുടിക്ക് നല്ല നീളം വയ്ക്കാനും മുടി നല്ല തിക്നെസ്സോടുകൂടി വളരാനും പിന്നെ താരൻ മാറാനും പിന്നെ തലയോട്ടിയുടെ പുറത്തുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു പരുക്കളൊക്കെ ഉണ്ടാകും, അതെല്ലാം മാറാനൊക്കെ വളരെ നല്ലൊരു മെഡിസിനാണ് ഈ ഇടനയില എന്ന് പറയുന്നത് കേട്ടോ. അത് അകാല നര വരാതിരിക്കാനും പിന്നെ അത് ചെമ്പൻ മുടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ മകളുടെ എന്ന് വെച്ചാൽ ജന്മനാ കുറച്ച് ചെമ്പിച്ച മുടിയാണ്. അപ്പോൾ അത് പതിയെ ബ്ലാക്കിഷ് കളറിലേക്ക് മാറി മാറി തുടങ്ങിയിട്ടുണ്ട് ഇത് യൂസ് ചെയ്തത് മുതൽ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ വീഡിയോ എന്തായാലും ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കാൻ കാര്യം. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ ഈ ഇടനയിലയുടെ ഇല മാത്രമല്ല കേട്ടോ, അതിൻ്റെ കായയും അതിൻ്റെ തൊലിയും എല്ലാം ഔഷധമൂല്യമുള്ളതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇല ഉണക്കിയിട്ട് അതുകൊണ്ട് ഒരു ഔഷധ ചായ ഉണ്ടാകും. അതെങ്ങനെയാണെന്നുള്ളത് വീഡിയോ ഒക്കെ ഞാൻ പതിയെ അടുത്തടുത്ത വീഡിയോകളിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ ഓർഗാനിക് ഷാമ്പു എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതെല്ലാവരും ഉണ്ടാക്കണം, പരീക്ഷിച്ച് നോക്കണം കേട്ടോ. മുടി നല്ല തിക്കായിട്ട് വളരാനൊക്കെ നല്ല സഹായമായിട്ടുള്ളൊരു ഷാമ്പു ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കൂടെ അടുത്ത് തന്നെയുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് വരികയും വീഡിയോ ഒന്നും മിസ്സാവാതെ കാണാൻ പറ്റുകയും ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുമായിരിക്കും. ബൈ ഫ്രം റീന.